സുരേഷ് ഗോപി തുടങ്ങി വെച്ചു. എൻ്റെ അയ്യൻ എൻ്റെ വികാരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് പുറത്ത് പ്രസംഗിക്കാനെത്തിയപ്പോൾ അതിനെ അങ്ങ് ആളിക്കത്തിച്ചു. അതിപ്പോൾ നേതാക്കളെല്ലാം ഏറ്റെടുത്തു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയെക്കുറിച്ച് പറഞ്ഞതിന് അതേ നാണയത്തിൽ തന്നെ പിണറായി വിജയൻ തിരിച്ച് അടിച്ചിരിക്കുകയാണ്. എന്തായാലും ശബരിമല പറയരുത്, ചട്ടം ലംഘിക്കരുത് എന്നൊക്കെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും ചുറ്റും കേൾക്കുന്ന മുറവിളികളെല്ലാം ശബരിമല എന്ന വാക്ക് തന്നെയാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ശബരിമലയുടെയും അയ്യപ്പന്റെയും പേരെടുത്ത് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ അതേ നാണയത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയതോടെ ഇലക്ഷൻ കമ്മീഷന്റെ വിലക്ക് നിലനിൽക്കെ ശബരിമല വീണ്ടും തിരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിക്കുന്ന വിഷയമായി കഴിഞ്ഞു. ശബരിമലയുടെ പേരിൽ BJPയും CPMഉം ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. ശബരിമല പ്രശ്നത്തിൽ ലക്ഷ്മണരേഖ കടക്കുന്ന രീതിയിൽ മറ്റു ചില നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അയ്യപ്പനെന്നും ശബരിമലയെന്നും പറഞ്ഞാൽ അറസ്റ്റാണ്, തടങ്കലാണ് എന്നൊക്കെയായിരുന്നു മോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ. അതിന് മറുപടിയായി അയ്യപ്പന്റെ പേരിൽ മോദി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേരളത്തെ അപമാനിക്കുകയാണെന്നും പിണറായി വിജയനും പറയുന്നു. കൊല്ലം പള്ളിമുക്കിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പ്രചരണ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മറുപടി നൽകിയത്. കേരളത്തിൽ വന്ന് തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള മംഗലാപുരത്ത് പോയി ശബരിമലയും അയ്യപ്പനെയും എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കുന്നത് ശരിയല്ല. തിരഞ്ഞെടുപ്പ് ചട്ടം പ്രധാനമന്ത്രിക്ക് ബാധകമാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റാണെന്നും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെന്നുമാണ് മോദി പറഞ്ഞത്. ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞ് അയ്യപ്പന്റെ പേരിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവകാശം പ്രധാനമന്ത്രിക്കുണ്ടോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്തെങ്കിൽ, കസ്റ്റഡിയിൽ വച്ചെങ്കിൽ അത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അറസ്റ്റ് ചെയ്യും. മറ്റു സംസ്ഥാനങ്ങളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മോദിയുടെ അനുഗ്രഹാശിസുകൾ ഉള്ളതിനാൽ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരിക്കും. അവരുടെ പേരിൽ കേസ് എടുക്കില്ലായിരിക്കും. അത് കേരളത്തിൽ നടക്കില്ല. മോദി ഇപ്പോഴും പ്രധാനമന്ത്രിയാണ്. ആ പദവിയോട് നീതി കാണിക്കണം. ശബരിമലയിൽ കാണിക്ക ഇടരുതെന്ന് പറഞ്ഞത് ആരായിരുന്നു? തീർത്ഥാടകരെ ആക്രമിക്കാൻ മോദിയുടെ അനുഗ്രഹാശിസുകളോടെ ക്രിമിനൽ പടയെ ശബരിമലയിലേക്ക് അയച്ചു. അവിടെയുള്ള പോലീസുകാരെ തേങ്ങയെടുത്ത് അഴിക്കുകയും ഇടിക്കുകയും ചെയ്തു. ശബരിമലയെ കലാപഭൂമിയാക്കുകയായിരുന്നു ഉദ്ദേശം. പോലീസ് സംയമനത്തോടെ ആക്രമികളെ നിലയ്ക്ക് നിർത്തി. ശക്തമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. മോദി, നിങ്ങൾ കാണിച്ച ഇരട്ടത്താപ്പ് എന്തായിരുന്നു? സുപ്രീം കോടതി വിധി വന്നപ്പോൾ ശക്തമായ നടപടി എടുക്കണമെന്നും നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. കേന്ദ്ര സേനയെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്നും പറഞ്ഞു. അതിൽ കുറ്റം കാണുന്നില്ല. സുപ്രീം കോടതി വിധി വന്നാൽ അതേ പറയാൻ കഴിയൂ. ശബരിമലയെ സംരക്ഷിക്കാനും കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്തിക്കാനുമുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. തിരഞ്ഞെടുപ്പായതിനാൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. കർണാടകത്തിലും തമിഴ്നാട്ടിലും ശബരിമലയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. കേരളത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും ശബരിമല വിഷയത്തിൽ അപകടകരമായ കളികളാണ് കളിക്കുന്നത്. അവർ നമ്മുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അടിവേരുകൾ തകർക്കാൻ മൃഗീയ ശക്തികളെ ഉപയോഗിക്കുന്നു. BJP അത് അനുവദിക്കില്ല. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റാണ്, തടങ്കല്ലാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന അവിടെ ഒരു പൗരന് അയ്യപ്പന്റെ പേര് പറയാൻ കഴിയില്ല. ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ അകത്താണ്. NDA സ്ഥാനാർത്ഥിയെ 15 ദിവസം ജയിലിലിട്ടു. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാട്ടിലാണ് ഈ അവസ്ഥ. എന്തായാലും കർണാടകയിലും തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി മോദി ശബരിമല വിഷയം ഉന്നയിച്ചതിന് അതേ നാണയത്തിൽ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരിക്കുന്നു. എന്തായാലും സുരേഷ് ഗോപി കത്തിച്ച ശബരിമല വിഷയം എങ്ങോട്ടാണ് പോകുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.